ആലപ്പുഴ വയലാറിൽ +2 വിദ്യാർത്ഥിയെ ആർഎസ്എസുകാർ തല്ലിക്കൊന്നു. വയലാർ സ്വദേശി അനന്തുവാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 10 ആർഎസ്എസ് പ്രവർത്തകർ അറസ്റ്റിൽ. വിവരങ്ങളുമായി ഷാജഹാൻ ചേർന്നുണ്ട്. ഷാജഹാൻ, എങ്ങനെയാണ് സംഭവം? സൗമ്യ, കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. ചേർത്തല നീലിമംഗലം ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിയതായിരുന്നു കൊല്ലപ്പെട്ട അനന്തു നേരത്തെ ആർഎസ്എസിന്റെ ശാഖകളിലുമൊക്കെ തന്നെ സജീവമായിരുന്നു. വയലാർ രാമവർമ്മ സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് ഈ കുട്ടി. ഈ കൂട്ടുകാരുമൊത്ത് അമ്പലപരിപാടി കാണുന്നതിനായിട്ടാണ് നീലിമംഗലം ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിയത്. പക്ഷേ ക്ഷേത്ര ഉത്സവത്തിനിടയിൽ അനന്തു ഇവിടെ ഉണ്ട് എന്നുള്ള വിവരം ആർഎസ്എസ് പ്രവർത്തകർ അറിയുകയും ഇവർ വീട് വളയുകയും ചെയ്തു. ഇവിടെ നിന്നും അനന്തു ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ഓടിച്ചിട്ട് മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. അടിവയറ്റിലും മറ്റും ക്രൂരമായ രീതിയിൽ ചവിട്ടുകയും മറ്റുമാണ് അനന്തുവിനെ കൊലപ്പെടുത്തിയെന്നുള്ളതാണ് കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. നേരത്തെ അനന്തു ആർഎസ്എസിന്റെ ശാഖയിലും മറ്റും പ്രവർത്തിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അത്തരത്തിൽ സജീവമായിട്ടുള്ള ഒരു പ്രവർത്തനം ആർഎസ്എസുമായിട്ടില്ല. സ്കൂളിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട് എന്തോ ചില പ്രശ്നങ്ങളാണ് ഇതിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടൊരു വിവരം പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഇനിയും കിട്ടിയിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് 10 ആർഎസ്എസ് പ്രവർത്തകർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. എന്തായാലും കൊലപാതകത്തിന് പിന്നിൽ ആർഎസ്എസ് പ്രവർത്തകരാണെന്നും ക്രൂരമായി കൊല ചെയ്യപ്പെടുകയായിരുന്നു എന്നുള്ള വസ്തുത പോലീസ് സമ്മതിക്കുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 10ഓളം ആർഎസ്എസ് പ്രവർത്തകരെയാണ്, ആർഎസ്എസിന്റെ സജീവ പ്രവർത്തകരെയാണ് ഇപ്പോൾ ചേർത്തല പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഷാജഹാൻ, അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ അനന്തുവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഇത്തരത്തിൽ നേരത്തെ ആക്രമിക്കാനുള്ള ശ്രമങ്ങളോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിന്നിരുന്നോ? വല്ല പരാതിയോ അങ്ങനെ വല്ലതും നിലവിലുണ്ടോ? സ്വാഭാവികമായിട്ടും സ്കൂളുകളിൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ മാത്രമായിരുന്നു അനന്തുവിന്റെ പേരിലും ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് ആർഎസ്എസ് ഏറ്റെടുക്കുകയും ആർഎസ്എസ് തക്കം പാർത്തിരുന്ന് അനന്തുവിനെ കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ് അനന്തുവിനോടൊപ്പം ഉണ്ടായിരുന്നവർ പറയുന്നത്. അനന്തുവിന്റെ സുഹൃത്ത് ഈ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടതിന് സമീപത്താണ് താമസിക്കുന്നത്. ആ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചാണ് ഈ പയ്യനും ഈ ക്ഷേത്രത്തിലെത്തിയത്. പക്ഷെ ഇവിടെ വെച്ച് ആർഎസ്എസുകാർ ഇവനെ വളയുകയും ഇവനെ കൊലപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. പട്ടണക്കാട് പഞ്ചായത്ത് 10ാം വാർഡിലാണ് ഈ അനന്തു താമസിക്കുന്നത്. 10ാം വാർഡിൽ അശോകന്റെ മകനാണ് കൊല്ലപ്പെട്ട അനന്തു. പക്ഷേ അനന്തു നേരത്തെ ആർഎസ്എസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു, ശാഖകളിലൊക്കെ തന്നെ പ്രവർത്തിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ +2 വിദ്യാഭ്യാസം ആരംഭിച്ചതിന് ശേഷം സജീവമായിട്ട് ആർഎസ്എസിന്റെ ക്യാമ്പുകളിലും മറ്റും എത്താറില്ല എന്നുള്ളൊരു പരാതിയും ആർഎസ്എസുകാർക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണോ ഇതിന് പിന്നിലെന്നുള്ളതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 10 ആർഎസ്എസ് പ്രവർത്തകരെയാണ് ഇപ്പോൾ ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തത്. അതീവ ക്രൂരമായിട്ടുള്ള നിലയിൽ ഓടിച്ചിട്ട് ഒരു +2 വിദ്യാർത്ഥിയെ ആർഎസ്എസ് പ്രവർത്തകർ കൊലപ്പെടുത്തുകയായിരുന്നു. അടിവയറ്റിലും മറ്റും ക്രൂരമായ രീതിയിൽ ചവിട്ടുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി തന്നെ ഈ പയ്യൻ കൊല്ലപ്പെട്ടത്. പയ്യന്റെ മൃതദേഹം ഇപ്പോൾ ചേർത്തല ഗവൺമെന്റ് ആശുപത്രിയിലാണ്. അല്പസമയത്തിന് ശേഷം അത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സൗമ്യ, തിരികെ എത്താം. ഇപ്പോൾ പട്ടണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷരീഫ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഷരീഫ്, ഇപ്പോൾ നിരവധി കാര്യങ്ങൾ, ഒരുപക്ഷെ പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ എന്താണ് സംഭവം എന്ന രീതിയിൽ. ഇതിപ്പോൾ അനന്തു നേരത്തെ ആർഎസ്എസുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നതാണ്, പിന്നീട് അതിൽ നിന്നും മാറി അതൊരു വൈരാഗ്യമാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എങ്ങനെയാണ് സംഭവം? താങ്കൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ഷരീഫ്, ഹലോ ഷരീഫ്, താങ്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിട്ടുള്ളത് എങ്ങനെ കാര്യമാണ്? ഇന്നലെ രാത്രി ഇവിടെ വയലാറ് നീലിമംഗലം ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നീലിമംഗലം ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ ഈ കുട്ടികൾ ഇവിടെ നിന്നുള്ള പട്ടണക്കാട് നിന്നുള്ള ഈ കുട്ടികൾ അവിടെ ഉത്സവത്തിന് അവരുടെ സുഹൃത്തുക്കൾ വിളിച്ചിട്ടാണ് ഇവരവിടെ എത്തുന്നത്. അവിടെ എത്തിയ കുട്ടികളെ അവരുടെ സ്കൂളിൽ നിന്ന് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ചില ഗ്യാങ്ങിൽപ്പെട്ട ആർഎസ്എസുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളും അതിനെ സഹായിക്കുന്ന ചില ആളുകളും ചേർന്നിട്ടാണ് ഇവരെ ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തിൽ ഈ പയ്യൻ ചവിട്ടേറ്റാണ് മരിക്കപ്പെട്ടത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ബോഡി ഇപ്പോൾ ചേർത്തല ഗവൺമെന്റ് ആശുപത്രിയിലുണ്ട്, ഇൻക്വസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. 5ഓളം പ്രതികളെ ആർഎസ്എസിന്റെ ശാഖയിൽപ്പെട്ട 5 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷരീഫ്, അറിയാൻ കഴിഞ്ഞത് അനന്തു അവിടെ ഉണ്ട് എന്നറിഞ്ഞ് ഇവർ മനഃപൂർവ്വം അവിടേക്ക് പ്രശ്നമുണ്ടാക്കാൻ വന്നു എന്ന രീതിയിലാണ്. അങ്ങനെയാണോ പറഞ്ഞു കേൾക്കുന്നതും? അതെ, അവിടെ ഇവര് ഉത്സവത്തിന് ചെന്ന കുട്ടികളാണ്. ഉത്സവത്തിന് ചെന്ന കുട്ടികളെ ഇവർ പ്ലാൻ ചെയ്ത് ഇവർ ആളുകളെ വിളിച്ചു വരുത്തി ഇവര് ആക്രമിക്കപ്പെടുകയായിരുന്നു. കൂടെയുള്ള മറ്റ് കൂട്ടുകാർ ഒരു ഓടി രക്ഷപ്പെടുകയും ഈ അനന്തു ആണ് അവരുടെ പിടിയിൽ അകപ്പെടുകയും
അദ്ദേഹമാണ് ഇങ്ങനെ ചവിട്ടേറ്റ് മരണപ്പെട്ടത്. ഇവിടെ അനന്തു നേരത്തെ RSSുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു, പിന്നീട് അതിൽ നിന്ന് മാറിയതിൽ ഒരു അമർഷം ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ എന്ന് കേൾക്കുന്നു. ഇത് നേരത്തെ എന്തെങ്കിലും ഇവരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുള്ളതായിട്ട് വല്ല അറിയാമോ? അങ്ങനെ എന്തെങ്കിലും പരാതിയോ? ഈ ശാഖയുമായി ബന്ധപ്പെട്ട് നേരത്തെ ശാഖയിൽ പോയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് കുറച്ചു കാലത്തിന് മുമ്പ്. ഇപ്പോൾ അങ്ങനെ ശാഖയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്നും പോകുന്നില്ല. പഠനവുമായി +2 വിദ്യാർത്ഥിയാണ്, ഇപ്പൊ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോകുന്നു. അങ്ങനെ ഒരു ചെറിയ ശാഖയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവർ നേരത്തെ RSSുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ തന്നെയായിരുന്നു ഇവർ. എന്നാൽ അവരെല്ലാം ഇപ്പോൾ വിട്ടതിന്റെ ഒരു പ്രശ്നമാവാം ഇപ്പോൾ ഇത്തരത്തിലേക്ക് ഇത് വഴിവെച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഷരീഫ്, വ്യക്തമാണ് അപ്പോഴുണ്ടായ ഒരു തർക്കത്തിന്റെ പേരിലല്ല എന്നുള്ളത് വ്യക്തമാണ്. ഇതൊരു പൂർവ്വവൈരാഗ്യം ഉണ്ടായിരുന്നു. സ്കൂളിൽ വെച്ച് ഇതിനെ സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അവർ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ സ്കൂളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ കൂടുതൽ പേര് ഇതിനകത്ത് ഇൻവോൾവ് ആവാനുള്ള ഒരു സാധ്യതയില്ലേ? ഇങ്ങനെ ഒരു പ്ലാൻഡ് ഇപ്പോൾ 10 പേരെയാണ് ചേർത്തല DYSP ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 5 പേര് സമ്മതിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. പിന്നെ പോലീസ് അന്വേഷണം ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. RSSന്റെ ശാഖയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എല്ലാവരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരെല്ലാം RSSലെ സജീവ പ്രവർത്തകരാണ്, അതായത് അവിടെ അറിയപ്പെടുന്ന സജീവ പ്രവർത്തകരാണ് ഇവരെല്ലാം. അറിയപ്പെടുന്ന പ്രവർത്തകരാണെന്നാണ് പറയുന്നത്. നേരത്തെ ഇവർ ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയതായോ അങ്ങനെയുള്ള നിരീക്ഷണത്തിലുള്ളവർ വല്ലതാണോ? അക്രമത്തിൽ അമ്പലങ്ങളിൽ ചില വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് ഈ പിള്ളേരുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട്. എന്നാലും വ്യക്തമല്ല. അത് അടുത്ത വയനാട് പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത്. പട്ടണക്കാടുള്ളവർ തന്നെയാണോ? പട്ടണക്കാട് തൊട്ടടുത്ത് തന്നെ. പട്ടണക്കാട് പിള്ളേർ പട്ടണക്കാടുകാരാണെങ്കിലും വയലാർ പ്രദേശത്തെ വയലാർ രാമവർമ്മ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്, +2 വിദ്യാർത്ഥികളാണ്. ഏതായാലും ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ നടപടികൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ഗ്യാങ് ചേർന്ന് കുട്ടികളെ ഇല്ലാതാക്കുന്നത് ഒരു ഫാസിസ്റ്റ് രീതിയായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. ഒരിക്കലും ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി ഷരീഫ്. ശ്രീ AN ഷംസീർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ഷംസീർ, ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനന്തു എന്ന ഈ കുട്ടി ഒരിക്കൽ ആ ശാഖയിൽ പോകുകയും അങ്ങനെ സജീവ പ്രവർത്തകനല്ലെങ്കിലും RSSനോട് ചേർന്ന് പ്രവർത്തിച്ചു. അതിനുശേഷം +2 ആയപ്പോൾ സ്വാഭാവികമായും പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ആ കുട്ടി പിന്നെ പോകാതിരുന്നു. ഇത് വലിയ അഭിപ്രായ തർക്കങ്ങളോ ഒക്കെ സ്കൂളുകളിൽ ഉണ്ടായി എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. വളരെ പ്ലാൻഡായി നമുക്കറിയാം, കഴിഞ്ഞ കുറെ സംഭവങ്ങൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട് ഉത്സവങ്ങളുടെയും ഒക്കെ മറവിൽ. ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണോ? വളരെ പ്ലാൻഡായി ഈ കുട്ടി അവിടെ, കുട്ടിയും കൂട്ടുകാരും അവിടെ എത്തിയെന്ന് അറിഞ്ഞ് ഒരു സംഘം ആളുകൾ ചേർന്ന് തല്ലിച്ചതച്ച് ചവിട്ടേറ്റാണ് ഈ കുട്ടി മരിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഷംസീർ, അങ്ങനെയാണ്. RSSന്റെ ശാഖ വിട്ടുപോകുന്നവർ അവർ പലതരത്തിലും ആക്രമിക്കും. ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ സംഭവം നിങ്ങൾക്കറിയാം. കരകുളത്തൂരി RSS പ്രവർത്തകൻ ശാഖാ പ്രമുഖ RSS വിട്ടപ്പം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി P. ജയരാജന്റെ സമ്മർദ്ദം മൂലമാണ് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന രീതിയിൽ ഒരു കത്ത് എഴുതി വെച്ച് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ച കാര്യം ഇതിനോടകം കൈരളിയും കേരളത്തിലെ ചില മാധ്യമങ്ങളും പുറത്തുവിട്ട കാര്യമാണ്. അതുപോലെ തന്നെ RSS ഒരു പക്ഷേ ഈ അനന്തു എന്ന് പറയുന്ന +2 വിദ്യാർത്ഥിയും ആ നിലയിൽ തന്നെ ആയിരിക്കാം ആക്രമിച്ചിട്ടുണ്ടാവുക. RSSന്റെ ഒരു ശൈലിയുണ്ട്. എതിർക്കുന്നവരെ ഉന്മൂലനം ചെയ്യുന്നവരുടെ രീതി RSSന്റെ ശൈലിയാണ്. ശാഖയിൽ പോവാൻ കൂട്ടുനിൽക്കാത്തതിന്റെ പേരിലാണ് കുട്ടിയെ തല്ലിച്ചതച്ചത്. ഇത് ഇത്ര മാധ്യമങ്ങൾ കേരളത്തിനകത്ത് റിപ്പോർട്ട് ചെയ്യുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ വിഷയം കൈരളി ചാനലാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കേരളത്തിൽ പല വിഷയങ്ങളും കൈരളി ഏറ്റെടുത്തതിന് ശേഷമാണ് പല മാധ്യമങ്ങളും പിന്നീട് ഇപ്പൊ ജിഷ്ണു പ്രണോയുടെ വിഷയമാവട്ടെ, ഞാനിപ്പോ ആലോചിക്കുകയാണ്. കൈരളി ചാനലായിരുന്നു ആദ്യ 2-3 ദിവസം ഈ വാർത്ത ജസ്റ്റിസ് ടു ജിഷ്ണു എന്ന വാർത്തയുമായി പുറത്തു വന്നത്. പിന്നീടാണ് പല ചാനലുകളും ആ വിഷയം ഏറ്റെടുത്തത്. അതുപോലെ കൈരളിക്ക് ഈ വിഷയവും ആ നിലയിൽ കേരളത്തിന്റെ ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരാൻ കൈരളി നിരന്തരമായ പോരാട്ടം നടത്തണം. ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് ഈ കുട്ടി RSSുമായി അന്ന് സഹകരിച്ചതാണ് സൂചിപ്പിച്ച പോലെ തന്നെ അന്ന് സഹകരിച്ച് പ്രവർത്തിച്ചു. പിന്നെ സ്വാഭാവികമായും പഠനത്തിന്റെ ഒരു ഹയർ സ്റ്റഡീസിലേക്ക് അല്ലെങ്കിൽ +2ലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു എന്നതാണ്. ഇവിടെ അപ്പോഴും അങ്ങനെ മാറി നിൽക്കുന്നവരെ എന്തുകൊണ്ടോ RSS ഭയപ്പെടുന്നു. അതായത് ഈ ശാഖയിൽ നടക്കുന്ന കാര്യങ്ങളടക്കം ഒരുപക്ഷെ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ സംശയങ്ങൾ നീങ്ങുന്നില്ലേ? RSSന്റെ ശാഖക്കകത്ത് നടക്കുന്ന പല പരിശീലന രീതികളുണ്ട്. മനുഷ്യനെ കൊല്ലാൻ നടത്തുന്ന പരിശീലനങ്ങൾ. ഒരുപക്ഷെ ഈ കുട്ടിക്ക് RSSന്റെ വല്ല രഹസ്യങ്ങളും അറിയാൻ സാധിച്ചേക്കാം. RSS നടത്തിയിരുന്ന മർഡറുകൾ, RSS ആസൂത്രണം ചെയ്ത എന്തെങ്കിലും സംഘർഷങ്ങൾ, ഈ കാര്യങ്ങൾ ഈ കുട്ടിക്ക് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ കുട്ടിയെ കൊല്ലണം എന്ന് തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവുക. അല്ലാതെ ഒരു കുട്ടി RSSന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു കുട്ടിയെ കൊല്ലേണ്ട കാര്യമില്ല. സ്വാഭാവികമായും ഒരു ശാഖ വിട്ടത് കൊണ്ട് മാത്രം
പഠനത്തിന്റെ ഭാഗമായി ശാഖ ഉപേക്ഷിച്ചുകൊണ്ട് മാത്രം ആ കുട്ടിയെ കൊന്നതായിരിക്കില്ല. മറിച്ച് RSSന്റെ ചില രഹസ്യങ്ങൾ ഈ കുട്ടിക്കറിയാം. ഈ കുട്ടി ഒരു പക്ഷെ അത് പുറത്ത് പറയുമോ എന്ന ഭയപ്പാട് കൊണ്ടായിരിക്കാം അവർ ഈ രീതിയിൽ ഇപ്പം കൊന്നിട്ടുണ്ടാവുക. ഇതിന് സമാനമായി ഫസൽ മർഡർ കേസിനകത്തും അതിനകത്ത് സുബീഷ് എന്ന് പറയുന്ന ഒരു RSS പ്രവർത്തകൻ ഇത് പുറത്തുവിടുമെന്ന് കണ്ടപ്പോൾ അവനെയും കൊല്ലാൻ RSS ശ്രമിച്ചിരുന്നു എന്ന് അയാൾ തന്നെ പിന്നീട് പലരോടും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ RSS അവരുടെ രഹസ്യങ്ങൾ പുറത്തുവിടാൻ ശ്രമിക്കുന്നവരെ പല ഘട്ടത്തിലും ഉന്മൂലനം ചെയ്യുന്ന രീതി RSSനുണ്ട്. അതിന്റെ ഭാഗമായിരിക്കാം ഇത്. ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇത് ഗൗരവത്തോടെ ഉന്നയിച്ച് ഇതിനകത്ത് ഗൂഢാലോചനയും ഇത്ര സംഭവങ്ങൾ എന്താണെന്നുള്ള അന്വേഷിക്കാൻ ആവശ്യമായി ഇടപെടാൻ ഒരു ജനപ്രതിനിധികൾക്ക് എന്റെ ഭാഗത്ത് ഞാൻ ഉത്തരവാദിത്വം കാണിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരക്കാർ ഒരു വലിയ വൈരാഗ്യം വെച്ച് ആക്രമിക്കുന്നു എന്നൊക്കെ പറയപ്പെടുമ്പോൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഒരു ചെറിയ കുട്ടിയാണ്, +2 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ വിധത്തിൽ കുട്ടികളെ പോലും വെറുതെ വിടാത്ത, ഒരുപക്ഷെ കാര്യമായ ചിന്തകളൊന്നും എന്താ പറയാ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്കോ ഒരു കാര്യമായ ചിന്ത പോലും എത്താത്ത ഒരു പ്രായമാണ്. പക്ഷെ അത്തരക്കാരെ പോലുമാണ് ഇവർ ശത്രുപക്ഷത്ത് നിർത്തുന്നത്, അവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് തീരുമാനിക്കുന്നതൊക്കെ. ഇതൊരു ഭയാനകരമായ അവസ്ഥയല്ലേ? 8 വയസ്സുകാരനെ കൊന്ന RSSന് എന്ത് 17 വയസ്സുകാരനവന്? 8 വയസ്സുകാരനെ ഫഹദിനെ കാസർഗോഡ് കൊന്നില്ലേ? 8 വയസ്സുകാരനെ കൊന്നതിലൂടെ തങ്ങൾ ആരെയും കൊല്ലും എന്ന് കാണിച്ചവരാണ് RSS. വർഗീയ സംഘർഷങ്ങളിൽ എത്ര ആളുകൾ അവർ ചുറ്റും ജീവച്ചും കൊല്ലുന്നുണ്ട്. അപ്പൊ RSS അങ്ങനെ തന്നെയാണ്, അവരുടെ പ്രവർത്തന ശൈലി അങ്ങനെയാണ്. ആരെയും കൊല്ലും, ഏത് മാർഗവും സ്വീകരിക്കും, തങ്ങൾക്ക് എതിർ നിൽക്കുന്നവരെ, എതിരഭിപ്രായം പറയുന്നവരെ രാഷ്ട്രീയ ഉന്മൂലനം ചെയ്യും. അത് RSSന്റെ പ്രവർത്തന ശൈലിയാണ്. ശാഖ പരിശീലന രീതി അങ്ങനെയാണ്. അപ്പൊ ശാഖക്കകത്ത് ഒരു വല്ല രഹസ്യങ്ങളും ഈ കുട്ടിക്കറിയാം. അതായിരിക്കാം ഇത്ര വേഗത്തിൽ ഈ ചെറുപ്പക്കാരനെ കൊല്ലാൻ, അല്ലെങ്കിൽ 17 വയസ്സുള്ള ഒരു കൗമാരപ്രായക്കാരനെ കൊല്ലാൻ ഇവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. ഏതായാലും ഇത് സംസ്ഥാന സർക്കാർ ഗൗരവമായി കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കേസ് ഗൗരവമായി എടുത്ത് ഇതിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വളരെ നന്ദി ശ്രീ എൻ ഷംസീർ, ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഷാജഹാനിലേക്ക് ഒരിക്കൽ കൂടി. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ശ്രീ മനു സി പുളിക്കൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ മനു, ഈ ഒരു സംഭവം ഒരുപക്ഷെ വലിയൊരു വ്യാപ്തി ഇതിലേക്ക് വരുന്നത് ഒരു തർക്കം, സ്വാഭാവികമായും ഇതൊരു മരണമാണ്, അതൊരിക്കലും ന്യായീകരിക്കാനാവാത്തതാണ് +2 വിദ്യാർത്ഥിയായ അനന്തുവിന്റെ ഈ മരണം. അതിനുമപ്പുറത്തേക്ക് വളരെ പ്ലാൻഡായി ഈ കുട്ടിയെ കൊല്ലാനായി ഒരു തന്ത്രം മെനഞ്ഞ് ആ കുട്ടിയെ ഉത്സവത്തിന് എത്തി എന്നതറിഞ്ഞ് അവിടേക്ക് കൂട്ടമായി എത്തി തല്ലി ചതച്ച് ചവിട്ടി അരച്ച് കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ഒരു സംഭവം, ഇത്തരത്തിലുള്ള പകപോക്കലുകൾ, ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ശ്രീ മനു. ഹലോ, കേട്ട് കാണുമെന്ന് കരുതുന്നു ചോദ്യം. ഹലോ മനു, കേൾക്കാമെന്ന് കരുതുന്നു. കേൾക്കാം, പറഞ്ഞോളൂ. ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനന്തു എന്ന കുട്ടി ആ കുട്ടി ശാഖയിൽ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ശാഖയിൽ നിന്ന് പിന്നീട് മാറി എന്നതൊക്കെ മാറ്റി നിർത്തിയാൽ ഇവിടെ വളരെ പ്ലാൻഡായി ഇങ്ങനെ ഒരു കുട്ടിയെ അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വമായി ചെയ്ത ഒരു കാര്യമായി തന്നെ വേണ്ട മനസ്സിലാക്കാൻ. ഒരു വലിയ ഗൂഢാലോചനയൊക്കെ തന്നെയും ഇതിൽ നമ്മൾ നോക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഇത് RSSന്റെ പ്രധാനപ്പെട്ട ഒരു ശിക്ഷകന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളവരെല്ലാം RSSകാരാണെന്ന് മാത്രമല്ല, കഞ്ചാവ് കച്ചവടത്തിന്റെയും അതിന്റെ വ്യാപനത്തിന്റെയും ഉപയോഗത്തിന്റെയും ഒക്കെ ആ ഒരു പ്രദേശത്തെ ആളുകളാണ് ഇവരെല്ലാം. അതിന്റെ ഭാഗമായി ഈ മരിച്ച വിദ്യാർത്ഥിയോട് ഇവർക്ക് വിരോധമുണ്ട്. മരിച്ച വിദ്യാർത്ഥി RSSന്റെ ശാഖയിൽ പോയിരുന്നതാണെങ്കിലും ഇപ്പോൾ പോകുന്നില്ല എന്ന വിരോധവുമുണ്ട്. ഇത് ക്ഷേത്ര ഉത്സവങ്ങളും മറ്റും RSS ഒരു ആക്രമണ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന കുറെ കാലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അവസാനത്തെ ഒരു ദുരന്തമാണ് അനന്തു എന്ന പയ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടതുൾപ്പെടെ. RSSകാർ തന്നെയാണ് അതിന്റെ പിന്നിൽ. ഇപ്പോൾ ആ 10 പേർ അത് പിടിയിലായിട്ടുമുണ്ട്. ഇവിടെ മനു സൂചിപ്പിച്ചു അല്പം മുമ്പ് സൂചിപ്പിച്ചു കഞ്ചാവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും അത്തരത്തിലുള്ള ബന്ധമുള്ളവരാണ് എന്നൊക്കെ. ഈ ഇവരെ തന്നെ ഇപ്പോൾ പിടിയിലായിരിക്കുന്നവരുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടോ? അല്ലെങ്കിൽ ഈ പ്രദേശം അങ്ങനെയുള്ള റിപ്പോർട്ടുകളാണ് ആ പ്രദേശത്തു നിന്നുള്ള ആളുകൾ നമുക്ക് തരുന്നത്. ഇവരെ സംബന്ധിച്ചെല്ലാം ആ നിലയിലുള്ള വാർത്തകളാണ് ആ പ്രദേശത്തു നിന്നുള്ള ആളുകൾ പറയുന്നത്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പം RSSന്റെ ഒരു വലയത്തിൽ വന്നാൽ ഒരു വിദ്യാർത്ഥിയെ എങ്ങനെ ക്രിമിനലാക്കാം എന്ന് RSSന്റെ ഒരു വലയത്തിൽ ഒരു വിദ്യാർത്ഥി വന്ന് പെട്ടുപോയാൽ
തിരിച്ചു പോകാൻ കഴിയാത്ത വിധം ഒരു വിദ്യാർത്ഥിയെ പെടുത്തിക്കളയും. ഈ വിദ്യാർത്ഥി, ഈ മരിച്ച ഈ അനന്തു എന്ന വിദ്യാർത്ഥി RSSന്റെ ശാഖയിൽ പോക്ക് നിർത്തിയതോടുകൂടി വിരോധവുമായി. പിന്നെ ആ വിരോധം, ആ പക പോക്കുന്നതെല്ലാം ഈ ക്ഷേത്ര ഉത്സവം അതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് വിരോധം തീർക്കുന്നത്. അത് കൊലപാതകത്തിലേക്കാണ്, നിസ്സാരമായ ഒരു സംഗതിയല്ല, കൊലപാതകത്തിലേക്ക് കലാശിച്ചിരിക്കുകയാണ്. ഇത് കേരളത്തിൽ ക്ഷേത്ര ഉത്സവങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ RSS ആക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. ഒരുപക്ഷെ മനു പറഞ്ഞ കാര്യങ്ങൾ കൂടി ചേർത്ത് വായിച്ചാൽ, അതായത് ഇവിടെ ഇപ്പോൾ അനന്തു മറ്റൊരു തരത്തിലും പ്രകോപനപരമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. നേരത്തെ RSS ശാഖകളിൽ പങ്കെടുത്തിരുന്നു, ഇപ്പോൾ പങ്കെടുക്കുന്നില്ല എന്നതാണ്. ഒരുപക്ഷെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടുകാർ പറഞ്ഞു കേൾക്കുന്ന ഈ പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലം ഒക്കെ കൂടി പരിശോധിച്ചു വേണ്ടേ ഒരുപക്ഷെ അനന്തുവിന്റെ മരണത്തിൽ അതിനും അപ്പുറത്തേക്ക് എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട് എന്ന ഒരു സംശയം കൂടി നിഴലിക്കുന്നത്. മനു, ഹലോ, കേട്ടില്ല, ഞാൻ അവസാന ഭാഗം കേട്ടില്ല. അതായത് മനു നേരത്തെ പറഞ്ഞിരുന്നു കഞ്ചാവ് അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ പ്രതികൾക്ക് മേൽ നാട്ടുകാരൊക്കെ തന്നെയും പറയുന്നുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ അനന്തു RSSന്റെ ശാഖകളിൽ നിന്ന് മാറിയതല്ല പ്രശ്നം, അതിനും അപ്പുറത്തേക്ക് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ഒരു പക്ഷേ അനന്തുവിന് ഇതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ അനന്തുവിനെ ഇവരൊക്കെ ഭയപ്പെട്ടിരുന്നു, എന്തൊക്കെയോ ചില കാര്യങ്ങളിൽ എന്നുകൂടിയല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും ഉണ്ടാവാം അത്തരം കാര്യങ്ങൾ. ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയുടെ വശങ്ങൾ ഏത് നിലയിൽ വരെ ഇതിനെ സംബന്ധിക്കുന്ന ആലോചന നടന്നിട്ടുണ്ട്, ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ഈ മരിച്ച അനന്തു എന്ന വിദ്യാർത്ഥിയോട് ഇവരുടെ പക, അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ, അത്തരം കാരണങ്ങളെല്ലാം പോലീസ് അതിന്റെ അന്വേഷണത്തിൽ അതിന്റെ ഭാഗമായി കൊണ്ടുവരണം, പുറത്തു കൊണ്ടുവരണം. ഇതിൽ RSSന്റെ ഏത് നിലവാരത്തിലുള്ളവർ ഇതിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനും അപ്പുറമായി ഈ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം ഒരു തീരുമാനമെടുക്കണം. തങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് RSSന്റെ ശാഖകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളുടെ അവരെ റിക്രൂട്ട് ചെയ്യുമ്പം അതിൽ പെട്ടുപോകുന്ന കുട്ടികൾ പിന്നീട് മടങ്ങി വരാൻ കഴിയാത്ത നിലയിൽ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോകുന്നെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ നാട്ടിലെ പൊതുസമൂഹത്തിന് ഉണ്ടാവണം. വളരെ നന്ദി മനു, ഈ അവസരത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. ഷാജഹാൻ ഞങ്ങളുടെ റിപ്പോർട്ടറിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഷാജഹാൻ, ഒരുപക്ഷെ മനു ആയാലും ഷെരീഫ് ആയാലും ഒക്കെ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കൂടുതൽ വ്യാപ്തിയുണ്ട്. അതായത് വലിയ ഗൂഢാലോചന, അതിനും അപ്പുറത്തേക്ക് അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ശാഖയിൽ നിന്നും മാറിയത് മാത്രമാവില്ല കാരണം എന്നതടക്കമുള്ള ചില സാഹചര്യങ്ങൾ കൂടിയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ സ്വാഭാവികമായും അവിടുത്തെ നാട്ടുകാരുടെ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ? ഈ അറസ്റ്റിലായവരുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമൊക്കെ തന്നെയും പറഞ്ഞു കേൾക്കുന്നുണ്ടോ? യെസ്, ശ്രീ സജി ചെറിയാൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സജി ചെറിയാൻ, ഇത്തരത്തിൽ ഉത്സവങ്ങളുടെ മറവിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ശൈലി ഒരുപക്ഷെ RSSന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെയും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ്. ഇവിടെ അനന്തു എന്ന കുട്ടി ചെയ്ത തെറ്റ് ശാഖയിൽ പ്രവർത്തിച്ചിരുന്നു, അതിനുശേഷം പഠനാവശ്യങ്ങൾ അല്ലെങ്കിൽ പഠനം പ്രാധാന്യമായി കണ്ടുകൊണ്ട് ശാഖയിൽ നിന്ന് മാറി, പിന്നീട് ഇത് വലിയ തർക്കത്തിലേക്ക് പോകുന്നു. വലിയ രീതിയിലുള്ളൊരു ഗൂഢാലോചന ഒരു പക്ഷേ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ കൂടി സൂചനകൾ നമ്മൾ വായിച്ചെടുക്കേണ്ടതില്ലേ? അനന്തുവും കൂട്ടുകാരും ഉത്സവത്തിനെത്തുന്നു, അവിടേക്ക് ഇത്രയേറെ ആളുകൾ എത്തുന്നു, ചവിട്ടി അരച്ചാണ് ആ കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ശ്രീ സജി ചെറിയാൻ, ഇത് RSS നമ്മുടെ ജില്ലയിൽ ഇപ്പോ അടുത്ത സമയത്തായിട്ട് നടത്തുന്ന മൂന്നാമത്തെ കൊലപാതകം. ഈ ആലപ്പുഴ തന്നെ ടൗണിലൊരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയി അവിടെ പരിപാടി കണ്ടുകൊണ്ടിരുന്ന ഒരു DYFIയുടെ സ്റ്റാഫിനെ പരസ്യമായി ജനങ്ങളുടെ മുമ്പ് വെച്ച് കുത്തിക്കൊലപ്പെടുത്തി. അതൊരു വർഗീയമായ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും RSS നടത്തുകയും ചെയ്തു. ഇപ്പോ ഇത് RSSൽ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന 17 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ അനന്തു. ഈ അടുത്ത കാലത്തായിട്ട് ഈ അനന്തു ഈ RSSന്റെ ശാഖ ഇപ്പൊ പോകുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നലെ ഈ വയലാറിലെ നീലിമംഗലം ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച് ഈ 17 വയസ്സുകാരനെ തല്ലിക്കൊല്ലുകയായിരുന്നു. അതായത് സാധാരണ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും RSS ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഇത് സാധാരണ ഒരു മനുഷ്യത്വരഹിതമായിട്ട് തല്ലിക്കൊല്ലുകയാണ് ഈ 17 വയസ്സേ ഉള്ളൂ. തീർച്ചയായിട്ടും RSS നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണ പരമ്പരയിലെ അവസാനത്തെ ഒരാളാണ് ഈ അനന്തു. അതിപ്പോ RSSന്റെ CPMനോട് മാത്രമല്ല, RSSനെ എതിർക്കുകയും RSSന്റെ നിലപാടോട് യോജിക്കാത്ത ആരെയും RSS കൊലപ്പെടുത്തും എന്നതിന്റെ ഒരു തെളിവാണ്. ഇത്തരം കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷമാണ് RSSും സംഘപരിവാറും CPMനെ
അതിന്റെ CPM നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനെ മോശപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വ്യാജമായ പ്രചരണങ്ങൾ നാട്ടിലാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരേ മനസ്സോടുകൂടി പ്രതികരിക്കണമെന്നുള്ളതാണ് ഈ വിഷയത്തിൽ CPMന്റെ അഭിപ്രായം. ഇതിൽ പ്രതികളായിട്ടുള്ളവരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ആ നിലയിലുള്ള നിലപാട് പോലീസ് സ്വീകരിക്കുന്നുണ്ടെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. സജി ചെറിയാൻ വളരെ നന്ദി ഈ അവസരത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. ഞങ്ങളുടെ റിപ്പോർട്ടർ ഷാജഹാനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഷാജഹാൻ, ഒരുപക്ഷെ വലിയ ഗൂഢാലോചനയോ അത്തരത്തിലുള്ള പ്ലാനിങ്ങുകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ ആ വിധത്തിൽ തന്നെയാണ് അന്വേഷണം നീങ്ങുന്നത്. നമുക്ക് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇത് സജീവ RSS പ്രവർത്തകരാണ് ഈ കുട്ടിയുമായിട്ട്, അതായത് അനന്തുവിന്റെ സ്കൂളിലുണ്ടായ ചില തർക്കങ്ങളാണ് ഈ കൊലപാതകത്തിൽ കലാശിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങൾ. പക്ഷേ എങ്കിൽ പോലും ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോ? കാരണം നേരത്തെ സജീവമായിട്ട് ശാഖകളിൽ RSSന്റെ ശാഖകളിൽ പങ്കെടുത്തിരുന്ന ഒരു പയ്യനായിരുന്നു അനന്തു. പക്ഷേ ഇപ്പോൾ അത്തരത്തിലെ ശാഖകളിലൊന്നും തന്നെ പങ്കെടുക്കാറില്ല. ഇത്തരം പ്രശ്നങ്ങളും ഇതിന് കാരണമായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് RSSന്റെ 10 പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ 2 മാസം മുമ്പാണ് ആലപ്പുഴ ആലശ്ശേരി അമ്പലത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് മോഹസിൻ എന്ന് പറയുന്ന 17 വയസ്സുകാരനെ RSSന്റെ പ്രവർത്തകർ തന്നെ കുത്തിക്കൊലപ്പെടുത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത 7 പ്രതികളും RSS പ്രവർത്തകരാണ്. ഇത്തരത്തിൽ RSS ക്ഷേത്രങ്ങളിലെത്തുന്ന യുവാക്കളെ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ 2ാമത്തെ സംഭവമാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഉണ്ടായ 2ാമത്തെ സംഭവമാണ് ഇപ്പോൾ നമുക്ക് ചേർത്തല ക്ഷേത്രത്തിൽ നിന്ന് നമുക്കിപ്പം ലഭ്യമാകുന്ന ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ +2 വിദ്യാർത്ഥി RSSകാർ തല്ലിക്കൊന്നു. 10 RSSകാർ പിടിയിലായിട്ടുണ്ട്.